പ്രൈസ് ദ ലോർഡ്. ഹെൽപ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഹെൽപ് മീ ലോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കും. അതൊന്ന് പ്രസ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ ഞാൻ ഇനി മുതൽ ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്ന് പറയാം, അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ, അതുമല്ലെങ്കിൽ രാത്രി ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പോഹ. നമ്മുടെ അവിലില്ലേ, അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പൊ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ അവിലിന്റെ ഉപ്പുമാവ് എന്ന് വേണേലും പറയാം. വളരെ എളുപ്പമാണ്. എപ്പോ വേണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇത് നമ്മുടെ സാധാരണ അവിലാണ്. സാധാരണ നമ്മൾ അവില് വിളയിക്കാനും നനയ്ക്കാനും ഒക്കെ എടുക്കത്തില്ലേ, ഇതിന്റെ കട്ടിയുള്ള അവിലും മേടിക്കാൻ കിട്ടും. നോർത്ത് ഇന്ത്യൻസ് കൂടുതലും അതാ മേടിക്കുന്നത്, കട്ടിയുള്ള അവില്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ചുമന്ന അവിൽ എടുക്കാം, വെള്ള അവിൽ എടുക്കാം, കട്ടിയുള്ളത് എടുക്കാം, ഇതുപോലെ നോർമൽ ആയിട്ടുള്ള എടുക്കാം. ഇതിന് എത്ര അളവ് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചെടുക്കാം. അങ്ങനെ കൂടിയാലോ കുറഞ്ഞാലോ പ്രശ്നമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് മെത്തേഡ് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം. അപ്പൊ ആദ്യം നമുക്ക് ഈ അവലൊന്ന് കഴുകിയെടുക്കണം. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവലൊന്ന് കുതിരണം, അതിനു വേണ്ടിയാണ്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയിട്ട് വെള്ളം ഊറ്റി കളയാം. ഇപ്പൊ ഒന്ന് കഴുകി വെള്ളം ഊറ്റി കളഞ്ഞ് നമുക്ക് ഒന്നുകൂടെ കഴുകാം. അപ്പൊ കട്ടി കുറവാണെങ്കിൽ ഒത്തിരി നേരം ഇങ്ങനെ ഇട്ട് ഇളക്കണ്ട, നമ്മുടെ അവല് പൊടിഞ്ഞു പോകും. കട്ടി കൂടിയതാണെങ്കിൽ ഒരു 2 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റിക്കളയാം. ഇത് കഴുകിയ ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പയിൽ ഇട്ട് വെക്കാം വെള്ളം വാലാനായിട്ട്. ഞാനിതിപ്പോ നന്നായിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞു. ഇതിൽ വെള്ളമൊന്നുമില്ല. ഈ വെള്ളത്തിന്റെ ഈർപ്പം കൊണ്ട് ഈ അവല് നന്നായിട്ട് കുതിർന്നോളും. ഇനി നിങ്ങൾ ഊറ്റിക്കളഞ്ഞ വെള്ളം ബൈ ചാൻസ് നന്നായിട്ട് പോയില്ല എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ നിരത്തിയിടാം. കാരണം നമ്മൾ വെള്ളം ഫുൾ ഊറ്റിക്കളഞ്ഞ ശേഷം അടിയിലെങ്ങാനും ഇത്തിരി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അടിയിലെ അവല് മൊത്തവും പൊടിഞ്ഞ് കുഴഞ്ഞു പോകും. നമ്മുടെ ഈ ഉപ്പുമാവ് അല്ലെങ്കിൽ പോഹ എന്ന് പറയുന്നത് നല്ല കറക്റ്റ് കിട്ടത്തില്ല. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ ഇങ്ങനെ നിരത്തിയിട്ടാലും മതി. ഇപ്പം ആ ഈർപ്പത്തില് നന്നായിട്ട് ഉണങ്ങി പരുവാവുന്നുണ്ട്. ഇങ്ങനെ ഒന്നേ തൊടാതെ കിടക്കണം. പാത്രം വെച്ച ശേഷം എണ്ണ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. എണ്ണ ചൂടായ ശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം. ജീരകം പൊട്ടിയ ശേഷം ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി. ഇത് പച്ചക്കപ്പലണ്ടിയാ. ഞാൻ ഇതിനകത്തിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തത് വേണമെങ്കിൽ ചേർക്കാം. അത് പക്ഷെ ഇപ്പോഴല്ല, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് സവാള ഒന്നിടും. അത് ഒന്ന് വഴണ്ട ശേഷം റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ചേർക്കാം. ഇതിപ്പോ റോസ്റ്റ് ചെയ്യാത്ത ആയതുകൊണ്ട് ആദ്യമേ ഇടുന്നേ. ഇപ്പൊ കപ്പലണ്ടി ഇട്ടിട്ട് 2 മിനിറ്റായി, അത് മതി. ഇനി അതിലേക്ക് മീഡിയം സൈസ് ഒരു സവാള. ഇതിന് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മല്ലിയിലയാണ്. അപ്പൊ മല്ലിയില ഇഷ്ടമുള്ളവര് അതേ യൂസ് ചെയ്യാവൂ. പക്ഷെ ഇതിന് ഇവിടെ ജോസാന് മല്ലിയില ഇടുന്ന അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുന്നേ. അപ്പൊ മല്ലിയില ഇഷ്ടമുള്ളവർ മല്ലിയില മാത്രമേ ചേർക്കാവൂ. അതിപ്പോ ചേർക്കരുത്, ഏറ്റവും ലാസ്റ്റിലേ ചേർക്കാവൂ. കറിവേപ്പില ചേർക്കുന്നവര് ഇപ്പൊ ചേർക്കും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് റെക്കോർഡായില്ല. ഇനി ഈ സവാള മൊത്തത്തിൽ അങ്ങ് വയളണ്ട, എങ്കിലും ഒരു അരപ്പരുവ് ഒന്ന് വയളണം. അപ്പൊ ഈ കപ്പലണ്ടി ഈ ഉള്ളിക്കകത്ത് കിടന്ന് വയളുന്നത് കൊണ്ടാണ് ആദ്യം നമ്മളൊരു 2 മിനിറ്റ് മാത്രം റോസ്റ്റ് ചെയ്തത്. സവാള ഏകദേശം വയണ്ടത് ഇത്രയും വയണ്ടാ മതിയേ. ഒത്തിരി അങ്ങ് വയണ്ടങ്ങ് ചുരുങ്ങി പോണ്ട. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങാനീര. അത് നിങ്ങൾക്ക് എത്രയും പുളി വേണോ അതനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോ ഒരു അരമുറി നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. അപ്പൊ നാരങ്ങാനീര് ഒന്നുകിൽ ഈ മസാലയ്ക്കകത്ത് മിക്സ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ അവലിട്ട ശേഷം വേണേലും ഒഴിക്കാമേ. ഇനി നമുക്കിതിലേക്ക് ഈ അവലിട്ട് കൊടുക്കാം. എന്തേ പരുവം കണ്ടോ, ഒന്നേ തൊടാതെ നല്ല പരുവായിട്ട് കിടക്കുക. നമ്മൾ ചോറിട്ട എങ്ങനെ ഇരിക്കും അതേപോലാണ് ഇപ്പൊ അവല് കിടക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. നിങ്ങൾ മല്ലിയില ചേർക്കുന്നുവെങ്കിൽ ഇപ്പം ചേർക്കാമേ. അപ്പൊ നോർത്ത് ഇന്ത്യൻസ് ഇത് ഉണ്ടാക്കുന്ന നല്ല ഓയിലിയാണ്. ഞാനപ്പോ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചിട്ടില്ല. ഇപ്പൊ ഇതിന്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിനകത്തുനിന്ന് ചെറുതായിട്ടൊന്ന് ആവി വരണം. അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇട്ടേക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒരു മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ആ അടിയിലത്തെ അവല് കിടന്നങ്ങ് ക്രിസ്പി ആയി പോകും. അപ്പൊ ഏറ്റവും ചെറു തീയിൽ 1 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞു.
ഇതിനകത്തുനിന്ന് നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മള് ഈ അവലിട്ട ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടാകണം, അത്രയേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഞാൻ ഇടയ്ക്ക് റെക്കോർഡ് ആയില്ലെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ പച്ചമുളകും ചേർത്തായിരുന്നേ. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോ ഒരു പച്ചമുളക ചേർത്തേക്കുന്നേ. വളരെ എളുപ്പമാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.